മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് വരുന്നത് ബീഹാറിൽ നിന്നാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ രാജി ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി ഉണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭയിലേക്ക് നിതീഷ് നോമിനേഷൻ നൽകിയത്. നിതീഷ് രാജിവെക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇതിനിടെ നിതീഷിന്റെ മകൻ നിഷാന്ത് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുകയാണ്. നാളെ JDU അംഗത്വം സ്വീകരിക്കുന്ന നിഷാന്ത് ഉപമുഖ്യമന്ത്രി ആയേക്കുമെന്നാണ് സൂചന. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതിൽ പാർട്ടി നേതാക്കൾക്കിടയിലുണ്ടായ അതൃപ്തി പരിഹരിക്കാൻ നേരിട്ടിറങ്ങുകയാണ് നിതീഷ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ വായിച്ചു. രാകേഷ്, നിതീഷ് കുമാറിന്റെ രാജി അത് ഈ നീക്കങ്ങൾ അപ്രതീക്ഷിതമായിരുന്നു. JDU നേതാക്കൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുപ്പം പുലർത്തിയവർ പോലും ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് സൂചനകളില്ലായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ അതൃപ്തി പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണോ നിതീഷ്? രഞ്ജിത്ത്, ഏതായാലും കുടുംബാധിപത്യത്തിനെതിരെ, മക്കൾ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ തന്നെ വലിയ നിലപാടെടുത്തിരുന്ന നേതാവാണ് നിതീഷ് കുമാർ. കാരണം ലാലു പ്രസാദ് യാദവ് മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ റാബ്രി ദേവി മുഖ്യമന്ത്രിയായി. അതിനുശേഷം പാർട്ടി നയിക്കാനെത്തിയത് മകൻ തേജസ്വിയാണ്. മകൾ മിസ ഭാരതി MP ആണ്. മറ്റൊരു മകൻ തേജ് പ്രതാപ് MLA ആയി. അപ്പോൾ കുടുംബാധിപത്യത്തിനെതിരെ വലിയ നിലപാടൊക്കെ തന്നെ മുൻകാലങ്ങളിൽ നിതീഷ് കുമാർ കൈക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് രാജ്യസഭയിലേക്ക് പോകുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ് JDU ഉള്ളത്. അതുകൊണ്ട് തന്നെ മകന്റെ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുകയാണ് നിതീഷ് കുമാർ. കാരണം നിഷാന്ത് കുമാർ ഇത്രയും നാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനില്ലെന്ന് വ്യക്തമാക്കിയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം നാളെ JDUവിൻ്റെ അംഗത്വം സ്വീകരിക്കുകയാണ്. മാത്രമല്ല, ഇന്നലെ നിതീഷ് കുമാറിൻ്റെ വസതിയിൽ ഒരു നിർണായക യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, MLA മാർ, MLC മാരൊക്കെ തന്നെ പങ്കെടുത്തു. അതിലൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിഷാന്ത് കുമാറിൻ്റെ പാർട്ടിയിലേക്കുള്ള വരവ് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രമേയം. ആ പ്രമേയത്തെ എല്ലാവരും ഐക്യകണ്ഠേന പാസ്സാക്കി എന്നാണ് JDU നേതാവ് സഞ്ജയ് ജ വ്യക്തമാക്കിയത്. മാത്രവുമല്ല, ചരിത്രപരമായ തീരുമാനം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കാരണം നിതീഷ് കുമാർ ഇതിനോടകം തന്നെ ഡൽഹിയിലേക്ക് മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നേതൃനിരയിൽ ഒരു ശൂന്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകനെ ഇപ്പോൾ ഏതായാലും രാഷ്ട്രീയത്തിൽ ഇറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും നിതീഷ് മാറുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം BJP തന്നെയാകുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിഷാന്ത് കുമാർ ഉപമുഖ്യമന്ത്രി ആയിരിക്കും. മാത്രവുമല്ല, ഈ യോഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വികാരം എന്തുകൊണ്ട് നിതീഷ് കുമാർ മാറുന്നു, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊരു നിലപാടാണ് പൊതുവെ നേതാക്കളും MLA മാരും ഒക്കെ തന്നെ പങ്കുവെച്ചത്. പക്ഷേ നിതീഷ് കുമാർ വ്യക്തമാക്കിയ കാര്യം, താൻ രാജ്യസഭ അംഗമായാൽ പോലും താൻ പട്നയിൽ തന്നെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും താൻ തന്നെ മേൽനോട്ടം വഹിക്കുമെന്നൊരു ഉറപ്പാണ് നിതീഷ് കുമാർ നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, നേരത്തെ റെയിൽ മന്ത്രി ആയപ്പോൾ ഡൽഹിയിൽ തന്നെ തുടരണമെന്ന് വാജ്പേയി പറഞ്ഞ കാര്യമൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെ ചില ഉദാഹരണങ്ങളൊക്കെ തന്നെ നിരത്തിക്കൊണ്ടാണ് നിതീഷ് കുമാർ ഏതായാലും നേതാക്കളെയൊക്കെ തന്നെ അന്വയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഏതായാലും 20 വർഷക്കാലം ബീഹാറിനെ നയിച്ച, ഇടക്കാലത്തൊന്ന് മാറി ഒഴിച്ചു കഴിഞ്ഞാൽ നിതീഷ് കുമാർ തന്നെയാണ് ബീഹാറിൻ്റെ ഭരണം കൈയാളിയിരുന്നത്. അതിനേതായാലും മാറ്റം വരാൻ പോവുകയാണ്. ഏതായാലും നേതാക്കളെയൊക്കെ തന്നെ അത് അത്ഭുതപ്പെടുത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്നൊക്കെ തന്നെ പല നേതാക്കളും ചോദിക്കുന്നുണ്ട്. പക്ഷേ നിതീഷ് കുമാർ അവരോട് ഇന്നലെ യോഗത്തിൽ നൽകിയ മറുപടി ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല, BJPയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന വിശദീകരണമാണ് ഏതായാലും നിതീഷ് കുമാർ നൽകിയിട്ടുള്ളത്. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നു.